എം.ടി. വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എം.ടി. കഴിഞ്ഞ 15-നാണ് എം.ടിയെ ശ്വാസകോശ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, കുറച്ച് നാളുകളായി മലയാളികളെല്ലാം വളരെയധികം പ്രാർത്ഥനയോടെയാണ് എം.ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പെട്ടെന്ന് തന്നെ ശരിയാകട്ടെ എന്ന് ഓരോ കേരളീയരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? മറ്റു വിവരങ്ങളും കൂടി. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടാണ് അവസാനമായിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് എം.ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച്. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മുൻ രീതിയിലുള്ളതുപോലെ തന്നെ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15-ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോടെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് 20-ാം തീയതി ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതായി 11 മണിയോടുകൂടി ഒരു വാർത്താക്കുറിപ്പ് വരുന്നു. അതുകൂടിയാണ് ആശങ്കകളൊക്കെ വർദ്ധിക്കുകയും എല്ലാവരുടെയും ശ്രദ്ധ എം.ടി. വാസുദേവൻ നായരിലേക്കും അദ്ദേഹം കഴിയുന്ന ആശുപത്രിയിലേക്കും കേന്ദ്രീകരിക്കുകയും ചെയ്ത് പിന്നീട് പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിവിധ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എം.എൻ. കാരശ്ശേരി, ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള, മുഹമ്മദ് റിയാസ് തുടങ്ങി A.K. ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും മറ്റുള്ള ആളുകളൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആരോഗ്യ വിവരങ്ങളൊക്കെ പങ്കുവെക്കുകയും അല്ലെങ്കിൽ കുടുംബത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന. ആശുപത്രി അധികൃതർ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു ദിവസം 2 മെഡിക്കൽ ബുള്ളറ്റിൻ അല്ലെങ്കിൽ 2 വിവരങ്ങൾ എന്നുള്ള രീതിയിലാണ് ആശുപത്രിയിൽ നിന്ന് എം.ടിയുടെ ആരോഗ്യ വിവരത്തെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ ലഭ്യമാവുന്നത്. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അടുത്ത ബുള്ളറ്റിൻ വരും. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തത നമുക്ക് ലഭ്യമാകും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അതായത് 15-ാം തീയതി രാത്രി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 20-ാം തീയതിയോട് കൂടിയിട്ട് ചെറിയൊരു ഹൃദയസ്തംഭനം സംഭവിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ശരി, എന്തായാലും ദുഃഖവാർത്ത തന്നെയാണ് രാവിലെ തന്നെ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും ആശ്വസിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഗുരുതരമായി തന്നെ തുടരുന്നു എന്നറിയാൻ സാധിച്ചതിൽ വളരെയധികം ദുഃഖമാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.